ബീഹാറിലും ഇനി വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള അട്ടിമറി രഹസ്യമായും പരസ്യമായും BJP നടത്തുകയാണ്. അതിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന രീതിയിലാണ് അട്ടിമറി സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് BJP ഭരിക്കുന്ന രാജസ്ഥാനിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമൊക്കെ അട്ടിമറിയുടെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു നീക്കം അവരെ ഭയപ്പെടുത്തുമെന്ന് നന്നായി കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതൊരു ശ്രമകരമായ കാര്യമാണ്. ചിലപ്പോൾ നടക്കാതിരിക്കാം. പക്ഷേ ആ ശ്രമത്തിന് കയ്യടി കൊടുത്താലേ മതിയാകൂ. ഇന്ത്യ മുന്നണി സംയുക്തമായി ചർച്ചകൾ നടത്തുകയാണ്. എങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള അട്ടിമറികൾ രൂപീകരിക്കണം, സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കാനും ഇന്ത്യ മുന്നണിയിലേക്ക് കൂടുതൽ സഖ്യകക്ഷികളെ കൊണ്ടുവരാനുമാണ് നീക്കം. ആന്ധ്രയിലെ YSR കോൺഗ്രസിനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നത് ശർമിളയുടെ ദൗത്യം പോലെ തന്നെയാണ്. ഒഡീഷയിൽ ബിജു ജനതാദളിനെ കോൺഗ്രസ് നേതൃത്വത്തിനോട് അടുപ്പിക്കുകയാണ്. കാരണം ഇന്നിന്റെ രാഷ്ട്രീയമാണത്. രണ്ടിടത്തും കോൺഗ്രസ് ദുർബലമാണ്. അതിൽ ആന്ധ്രയിൽ കൂടുതൽ ദുർബലമാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു. അധികാരം തിരിച്ചുപിടിക്കാൻ സാധിച്ചു. ഇപ്പോൾ രേവന്ത് റെഡ്ഡിയാണ് അവസാന വാക്ക്. ആ നിലയ്ക്ക് അദ്ദേഹം ആ മണ്ണിനെ ശുദ്ധീകരിച്ചെടുക്കുന്ന രീതിയിൽ വിജയക്കൊടി പാറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും പല നേതാക്കൾക്കും ഉണ്ടാകുന്ന കൺസെഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. രേവന്ത് റെഡ്ഡിക്ക് കിട്ടിയ ഒരു സ്പേസ് DK ശിവകുമാറിന് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർണാടകയിൽ അദ്ദേഹം KPCCയുടെ അധ്യക്ഷനായിരുന്നു. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ഏറ്റവും നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്തിച്ചിട്ടും ആ മനുഷ്യന് അർഹിക്കപ്പെട്ട സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകിയില്ല. എന്നിട്ടും പ്രസ്ഥാനം തകരരുത് എന്ന ഒരൊറ്റ കാരണത്താൽ അതിന്റെ പേരിൽ താൻ പ്രസ്ഥാനത്തോട് വഴക്കിട്ട് മല്ലയുദ്ധത്തിനിറങ്ങിയാൽ അതുവഴി സംഘപരിവാർ ശക്തികൾക്ക് വീണ്ടും വളക്കൂറുള്ള മണ്ണാകും. താൻ കാരണം അത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു കോൺഗ്രസ് നേതാവ് അടിയുറച്ച സ്വരത്തിൽ പറയുകയാണ്. അതാണ് DKയുടെ മാജിക്കൽ എഫക്റ്റ്. സൗത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ട് BJP പച്ചപിടിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പറ്റം നേതാക്കളുണ്ട്. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. DK മറ്റൊരു ഗെലോട്ടായി മാറിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എങ്ങനെയാണ് അശോക് ഗെലോട്ട് രാജസ്ഥാൻ ഭരണം കൃത്യമായി പിടിച്ചെടുത്തത്? ഭരണചക്രം തിരിക്കാൻ വേണ്ടി അദ്ദേഹം ആകുന്ന വിധത്തിലുള്ള നാറികളികൾ മുഴുവൻ കളിച്ചു. എന്നാൽ DK അങ്ങനെ കളിച്ചിട്ടില്ല. അദ്ദേഹം അതിന് അർഹനോ ഒരുപക്ഷെ അതിനേക്കാളൊക്കെയോ മുകളിലാണ്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം DK പോലുള്ള നേതാക്കളെ കൂടെ നിർത്തുന്നതും അട്ടിമറിയുടെ സ്വരം കൃത്യമായി കടുപ്പിക്കാൻ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നീങ്ങാൻ പോകുന്നത്. അട്ടിമറിയുടെ സ്വരം നടത്തിയാൽ മാത്രമേ കോൺഗ്രസിന് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ.